ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് റോസിലി ബേയിലാണ്. ഇത് ബീച്ച് സൈഡാണ്. ബാക്കി കാണിച്ചു തരാം. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുള്ള സ്ഥലമാണ്, പക്ഷെ ഞാനിപ്പോൾ ബീച്ച് കാണാൻ വന്നിരിക്കുന്നതല്ല. ഇവിടെ വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ വീഡിയോയിലേക്ക് പോകുമ്പോൾ അത് കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ്, പക്ഷെ ഭയങ്കര കാറ്റാണ്. കാറ്റ് കാരണം എനിക്ക് ഫോൺ നേരെ പിടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കാറ്റാണ് ബീച്ച് സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നടന്നെത്തി കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് റോസിലി ബീച്ച്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സ്പ്രിങ്ങും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു പ്ലേസ്. ഒരുപാട് നടക്കാനുണ്ട് നമ്മുടെ സ്പോട്ട് എത്താനായിട്ട്. അപ്പോൾ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ്. ഒരുപാട് കുതിരകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഇവിടെ തന്നെ ഉള്ളതാണോ അതോ ആരെങ്കിലും വളർത്തുന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് കുതിരകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതിന് ജിപ്സി ഹോഴ്സസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ജിപ്സി കോബ് എന്ന് പറയും. ഒരു പോണി ടൈപ്പ് കുതിരകളാണ്. അപ്പോൾ ഇതിൻ്റെ കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് അയർലൻഡും യുണൈറ്റഡ് കിങ്ഡവുമാണ്. ഇതിനെപ്പറ്റി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ കാർട്ട് വലിക്കാനാണ് ഈ കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ്. നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ സ്പോട്ടെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഞാൻ ഇവിടുത്തെ സൺഫ്ലവർ തോട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ റിസപ്ഷനിൽ കയറി ടിക്കറ്റിൻ്റെ പൈസയൊക്കെ അടച്ചു. ഇനി ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് സൺഫ്ലവർ ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി പിള്ളേർക്കുള്ളതാണ്, പക്ഷെ ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇതിനകത്ത് കുറച്ച് ക്ലൂസ് ഉണ്ട്. ഈ ക്ലൂസ് അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് സ്റ്റാമ്പുണ്ട്. അത് കണ്ടുപിടിച്ച് ഇവിടെ വരുമ്പോൾ നമുക്കവർ ഫ്രീ ആയിട്ട് സൺഫ്ലവർ സീഡ്സ് തരും. അല്ലെങ്കിലും കിട്ടും, പക്ഷേ ഇത് ജസ്റ്റ് കിഡ്സിനൊരു ആക്ടിവിറ്റി പോലെ അവർ വെച്ചിരിക്കുന്നതാണ്. എൻട്രൻസിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ കുറേ വൈൽഡ് ഫ്ലവേഴ്സാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ് സ്പ്രിങ് ആകുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പെറ്റ്സിന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, റോസിലി സൺഫ്ലവേഴ്സ്. പക്ഷേ ഇപ്പം കുറച്ച് പൂക്കളും കൂടെ ബാക്കിയുള്ളൂ, കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അധികമൊന്നും കാണാനില്ല. അപ്പോൾ ഒരു 3 പാർട്ടീഷനായിട്ട് തിരിച്ചിട്ട് 8 ഏക്കറിലാണ് ഇതിവർ കൾട്ടിവേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആ ഒരു സമയത്തൊക്കെ വന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് കണ്ടുകൊണ്ട് ഓടി വന്നതാണ്. ഈ ഡ്യൂട്ടിയുടെയൊക്കെ ഇടയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് സ്ഥലം. കുറച്ച് കാണാനേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1 പൗണ്ട് കൊടുത്താൽ നമുക്ക് സൺഫ്ലവർ ഒരു സ്റ്റെമ്മ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന വൈൽഡ് ഫ്ലവേഴ്സാണ്. അത് നമുക്ക് 5 പൗണ്ട് കൊടുത്താൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ എടുത്തെടുത്ത് ആക്ച്വലി ഇവിടെ ഫ്ലവേഴ്സ് ഇപ്പം അധികം ഇല്ല, കുറവാണ്. ഇതാണ് സ്ഥലം. ഇതുണ്ട്, ഇവിടെ മൊത്തം ഈ നീല പൂക്കളാണ്. ഇത് വൈൽഡ് ഫ്ലവേഴ്സാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാനിതെല്ലാം പറിച്ചെടുക്കാൻ പോകും. ഈ ഒരു സൈഡ് മുഴുവൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നീല പൂക്കളാണ്.
അപ്പോൾ അതാ ഞാനെല്ലാം കണ്ടു കഴിഞ്ഞു, പോകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് 4 പൗണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, 3 പൗണ്ട്സാണ് മേടിച്ചത്. ചിൽഡ്രന് 3 പൗണ്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു. പക്ഷേ വീഡിയോയിൽ അത്രയും ഭംഗി വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല, കാരണം കുറച്ച് പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അവിടുന്ന് 1 പൗണ്ട് കൊടുത്ത് ഒരു സൺഫ്ലവറിൻ്റെ സ്റ്റെമ്മ് മേടിച്ചു. പിന്നെ ഒരു ബാഗ് ലാവൻഡർ മേടിച്ചു, അതിന് 2 പൗണ്ടാണ്. നല്ല മണമുണ്ട്. പിന്നെ അവർ ഫ്രീ ആയിട്ട് സൺഫ്ലവർ സീഡ്സ് തന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.